ഹലോ ഗൈസ്, കോമ്പറ്റേറ്റീവ് എക്സാം ഗൈഡിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇരട്ട സംഖ്യകളെ കുറിച്ചാണ്. എന്താണ് ഇരട്ട സംഖ്യ? ഇരട്ട സംഖ്യയുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം, അത് എങ്ങനെ നമുക്ക് വേഗത്തിൽ ചെയ്തെടുക്കാം, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. മിനിമം നിങ്ങൾ ക്ലാസ് കാണുക. മിനിമം ഞാൻ പറയുന്ന അത്ര ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ ചെയ്തു നോക്കുക. ഈ ക്ലാസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരുടെ അടുത്തെത്തിക്കുക. ഇനിയുള്ള ക്ലാസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാനായിട്ട് തൊട്ടടുത്ത ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയേ. അപ്പോൾ നമുക്ക് ഇരട്ട സംഖ്യകളെക്കുറിച്ച് പഠിക്കാനായിട്ട് പോകാം. ഇരട്ട സംഖ്യയെ ഇംഗ്ലീഷിൽ ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നു. ഇരട്ട സംഖ്യകൾ തുടങ്ങുന്നത് 2, 4, 6, 8, 10 അങ്ങനെ പോകും. ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ ചോദിച്ചാൽ ആൻസർ 2 ആണ്. അടുത്തടുത്ത ഓരോ ഇരട്ട സംഖ്യകളുടെയും വ്യത്യാസം എത്രയാ? 2 ആണ്. ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ അറിയോ? n ഇൻറ്റു n പ്ലസ് 1. ഒന്നും കൂടി, n ഇൻറ്റു n പ്ലസ് 1. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 2, 4, 6, 8 അങ്ങനെ 60 വരെ എത്ര ഇരട്ട സംഖ്യകളുണ്ട്? ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ. ഇരട്ട സംഖ്യയുടെ വ്യത്യാസം 2 അല്ലേ? അപ്പോൾ എത്രയാണോ അവസാന സംഖ്യ ആ സംഖ്യയുടെ പകുതി എടുത്താൽ മതി. അതാണ് നമ്മുടെ ഇരട്ട സംഖ്യ. അതായത് 60ന്റെ പകുതി എടുക്കുക. 60ന്റെ പകുതി എങ്ങനെ എടുക്കുക? 60/2. ആൻസർ 30. സെക്കൻഡ് ക്വസ്റ്റ്യൻ. 2, 6, 4, 8 അങ്ങനെ 180 വരെ എത്ര ഇരട്ട സംഖ്യകളുണ്ട്? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? മുമ്പ് ചെയ്തതുപോലെ തന്നെ 180ന്റെ പകുതി എടുക്കുക. 180/2. ആൻസർ 90. 2, 4, 6 അങ്ങനെ 36 വരെ എത്ര ഇരട്ട സംഖ്യകളുണ്ട്? അപ്പോൾ 36ന്റെ പകുതി എടുക്കുക. 36/2. ആൻസർ 18. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 2 + 4 + 6 + അങ്ങനെ 80 വരെ ഇരട്ട സംഖ്യകളുടെ തുക എത്ര? നമ്മുടെ ഇക്വേഷൻ n ഇൻറ്റു n പ്ലസ് 1. n എന്നാൽ എത്ര സംഖ്യയുണ്ടോ അതിൻ്റെ എണ്ണമാണ്. 80 വരെ എത്ര ഇരട്ട സംഖ്യകളുണ്ട്? 80ന്റെ പകുതി എടുത്താൽ മതി. അതായത് 80/2 40. അപ്പോൾ നമുക്ക് n-ന്റെ വില 40 കിട്ടി. നമ്മുടെ ഇക്വേഷനായ n ഇൻറ്റു n പ്ലസ് 1 അതിലേക്ക് 40 n-ന് വാല്യൂ ഇട്ട് കൊടുക്കുക. 40 ഇൻറ്റു 41 1640 നമ്മുടെ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. 2 + 4 + 6 അങ്ങനെ 20 വരെ ഇരട്ട സംഖ്യകളുടെ തുക എത്ര? ഇക്വേഷൻ n ഇൻറ്റു n പ്ലസ് 1. n കാണാൻ 26/2 13. അപ്പം നമുക്ക് n 13 കിട്ടി. അത് ഇക്വേഷനിൽ കൊടുക്കുക. 13 ഇൻറ്റു 14 182 നമ്മുടെ ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ. 2 + 4 + 6 അങ്ങനെ 1000 വരെ ഇരട്ട സംഖ്യകളുടെ തുക എത്ര? ഇക്വേഷൻ n ഇൻറ്റു n പ്ലസ് 1. 1000/2 500. 500 ഇൻറ്റു 501 2,50,500 നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഇനി വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 50 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക എത്ര? ഇക്വേഷൻ n ഇൻറ്റു n പ്ലസ് 1 അല്ലേ നമ്മുടെ ഇക്വേഷൻ. അതിൻ്റെ കൂടെ ഒരു ഈക്വൽ 50 കൂടി കൊടുക്കുക. അപ്പം എങ്ങനെയാണ് വരിക? n ഇൻറ്റു n പ്ലസ് 1 ഈക്വൽ 50. 50 വരെ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. 50 വരെ എത്ര ഇരട്ട സംഖ്യകളുണ്ട്? 50ന്റെ പകുതി എടുക്കുക. 25. അപ്പോൾ ഇവിടെ n എത്രയാണ്? 25. n കിട്ടിയാൽ പിന്നെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. 25 ഇൻറ്റു 26. ആൻസർ 650. 28 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക എത്രയാണ്? ഇക്വേഷൻ n ഇൻറ്റു n പ്ലസ് 1 ഈക്വൽ 28. n കാണാൻ 28ന്റെ പകുതി എടുക്കുക. 14. 14 ഇൻറ്റു 15. ആൻസർ 210. ഇനി വേറൊരു ടൈപ്പാണ്. ആദ്യത്തെ എത്ര ഇരട്ട സംഖ്യകളുടെ തുകയാണ് 186? PSCകൾ റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യരുതേ. ഈ ഓപ്ഷൻസ് ഉണ്ട്: 10, 11, 12, 13. n ഇൻറ്റു n പ്ലസ് 1 186.
n ഇവിടെ കാണണം. എങ്ങനെയാണ് കാണുക? നമ്മുടെ കയ്യിൽ n×n+1 എന്ന ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്നിൻ്റെ വില കാണാൻ 156ൻ്റെ മുമ്പുള്ള പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ റൂട്ട് എടുത്താൽ മതി. 156ൻ്റെ മുമ്പുള്ള പൂർണ്ണവർഗം ഏതാണ്? 144. അതിൻ്റെ സ്ക്വയർ റൂട്ട് 12 ഇവിടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും. ആദ്യത്തെ എത്ര ഇരട്ട സംഖ്യകളുടെ തുകയാണ് 56? n×n+1 = 56. 56ൻ്റെ മുമ്പുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ്? 49 അല്ലേ? അതിൻ്റെ സ്ക്വയർ റൂട്ട് 7 ആൻസർ. ആദ്യത്തെ എത്ര ഇരട്ട സംഖ്യകളുടെ തുകയാണ് 420? n×n+1 = 420. 420ൻ്റെ മുമ്പുള്ള പെർഫെക്റ്റ് സ്ക്വയർ, കഴിഞ്ഞിട്ടല്ല കേട്ടോ, മുമ്പുള്ള പെർഫെക്റ്റ് സ്ക്വയർ ആണ് എടുക്കേണ്ടത്. 420ൻ്റെ മുമ്പുള്ള പെർഫെക്റ്റ് സ്ക്വയർ 400. അതിൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാ? 20. ഇരട്ട സംഖ്യകളെ കുറിച്ചുള്ള ഈ ക്ലാസ് നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്താൻ മറക്കല്ലേ. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.